ഇപ്പം സന്തോഷ് വർക്ക് ഇപ്പം ഞാനായാലും ശരി ആറാട്ടെണ്ണൻ, അത് സ്നേഹം കൊണ്ടുള്ള വിളിയാണ് കേട്ടോ, ഇഷ്ടമാണല്ലോ. ഇനി അതിനി ആറാട്ടെണ്ണാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും തൊടാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മൾ ആറാട്ടെണ്ണനും അമ്മയെ സ്നേഹിക്കുന്ന ഒരു മകനാണ്. അമ്മയെ സ്നേഹിക്കുന്ന ആൺമക്കൾ പലപ്പോഴും അവരുടെ മനസ്സിൻ്റെ വിങ്ങലും വേദനയും പലപ്പോഴും മുഖ്യധാരയിൽ ആരും അറിയാറില്ല. ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചതാണ്. ഈ അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആൺമക്കൾക്കുണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പെണ്ണ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അമ്മ വിചാരിക്കുമോ എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു, അവൾ കൊണ്ടുപോകുമല്ലോ എന്നുള്ളതാണ്. ദെൻ അവൾ വിചാരിക്കുന്നത് എന്താണ്, ഈ മൂത്തമ്മ ഇവിടെ കിടക്കുന്നതിൻ്റെ ബലം എന്നെ ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ എന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഫലത്തിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കിടന്ന് മാനസിക സംഘർഷം അനുഭവിച്ചിട്ട് ഗർഭപാത്രത്തിൻ്റെ കടപ്പാട് തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും വന്നു കയറിയ ആളിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പം എവിടെയെങ്കിലും രണ്ടിടത്തും താങ്ങില്ലാതെ വരുമ്പോൾ സ്വാഭാവികമായി നമ്മളും ചിലപ്പം പലതിനും അടിമയായി അല്ലെങ്കിൽ വേറെ പല പല കോണ്ടാക്ട്സുകളിലും അല്ലെങ്കിൽ ലഹരികളിലോ അതിലൊക്കെ പോയി എന്ന് വരാം. തെറ്റ് പറയാൻ പറ്റത്തില്ല, കാരണം എങ്ങും ബാലൻസ് ഇല്ല, ആരും നമ്മളെ മനസ്സിലാക്കാത്തതാണ്. പക്ഷെ വന്ന് കയറുന്ന പെൺകുട്ടിയും അല്ലെങ്കിൽ വീട്ടിലുള്ള അമ്മയും നമ്മളെ കൂടെ മനസ്സിലാക്കിയിട്ട് ആണ് പെരുമാറുന്നതെങ്കിൽ ആ വീട് സ്വർഗമാണ് അല്ലേ. പക്ഷെ ഇത് പലപ്പോഴും ആ സ്വർഗം എനിക്ക് കിട്ടിയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സംഭവം.